പ്രിയപ്പെട്ടവരെ, അല്പസമയത്തിനകം കേൾക്കാം എൻ്റെ ഗാനം. എന്റെ ഗാനം. കഥകളി ആചാര്യൻ കോട്ടയ്ക്കൽ നന്ദകുമാരൻ നായരാണ് എന്റെ ഗാനത്തിൽ ഇഷ്ടഗാനങ്ങളുമായി ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും പ്രിയ ഗാനങ്ങളും ഇതാ. ആകാശവാണി ശ്രോതാക്കൾക്കെല്ലാം എൻ്റെ അഭിവാദനങ്ങൾ. എൻ്റെ പേര് കോട്ടയ്ക്കൽ നന്ദകുമാരൻ നായർ. കോട്ടയ്ക്കൽ എന്ന് പറയുന്നത് എൻ്റെ പേരിനൊപ്പം ചേരാൻ കാരണം ഞാൻ അനവധി കാലം കോട്ടയ്ക്കൽ കഥകളി സംഘത്തിലായതുകൊണ്ടാണ്. എൻ്റെ സ്വദേശം തൃശ്ശൂർ ജില്ലയുടെ വക്കത്തുള്ള ഭാരതപ്പുഴയുടെ തീരത്തുള്ള ദേശമംഗലം എന്ന സ്ഥലമാണ്. ദേശമംഗലം ഗ്രാമത്തിനെ പറ്റി ഓർക്കുന്നത് എൻ്റെ ഗൃഹാതുരത്വത്തിൻ്റെ ഭാഗം കൂടിയാണ്. എൻ്റെ കുട്ടിക്കാലത്ത് ഓണത്തിന് തുയിലുണർത്ത് പാട്ട് അതിനായിട്ട് ആൾക്കാർ വന്നിരുന്നു. ആ നാടൻ പാട്ടുകളിൽ കൂടെയാണ് എൻ്റെ സംഗീതമായിട്ടുള്ള തുടക്കം. നാടൻ സംഗീതം നിങ്ങൾക്കെല്ലാവർക്കും വളരെ പരിചിതമാണ്. കുറത്തിപ്പാട്ട്, ശാസ്താംപാട്ട്, അങ്ങനെ കുറേ പാട്ടുകൾ ദേശമംഗലത്ത് നടപ്പിലുണ്ടായിരുന്നു. അന്ന് മുതലാണ് പാട്ടിനോടുള്ള എൻ്റെ താല്പര്യം തുടങ്ങിയതെന്നാണ് എൻ്റെ ഓർമ്മ. അന്നൊന്നും റേഡിയോ കണ്ടിട്ടില്ല, റേഡിയോ എന്താണെന്നറിയില്ല. പാട്ടുകൾ എന്ന് പറയുന്നത് അവർ പാടുന്ന പാട്ടുകളാണ്. അയ്യപ്പൻ പാട്ട് അല്ലെങ്കിൽ ശാസ്താം പാട്ട്, അത് ദേശമംഗലത്ത് അർദ്ധരാത്രികളിൽ കിടന്നു മുഴങ്ങുന്ന പാട്ടുകളായിരുന്നു ഒരു കാലത്ത്. അച്ഛൻ എന്നെയും കൊണ്ട് അത് നടക്കുന്ന ദിക്കിലേക്ക് പോവും. അത് കേട്ടുകൊണ്ടിരിക്കുക എൻ്റെ വലിയൊരു ഹരമായിരുന്നു. അപ്പം അന്നത്തെ എൻ്റെ വലിയ മോഹമാണ് നല്ലൊരു അയ്യപ്പൻ പാട്ടുകാരനാവണമെന്ന്. ഇപ്പോൾ അതെല്ലാം ആലോചിക്കുമ്പോൾ ചിരി വരുന്നുണ്ട്. പാട്ടുകൾ പിന്നെ അനവധി കാലത്തിന് ശേഷം ആണ് എനിക്ക് പരിചയപ്പെടുന്നത്. ദേശമംഗലത്ത് അന്നൊന്നും ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ റേഡിയോ അല്ലെങ്കിൽ മറ്റ് ആധുനിക സൗകര്യങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റാത്ത സ്ഥലമായിരുന്നു. കുട്ടിക്കാലത്ത് ഇലക്ട്രിസിറ്റിക്ക് പകരം പഞ്ചായത്തു നിന്ന് റോഡ് വക്കത്ത് വിളക്ക് കത്തിച്ച് വെക്കണ ഒരു ഗ്രാമത്തിനെ പറ്റിയിട്ട് സങ്കല്പിക്കാൻ രസമാണ്. പിന്നീട് സ്കൂൾ പഠിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് പഞ്ചായത്ത് ഓഫീസിൽ ആണ് ഈ റേഡിയോ ആദ്യമായിട്ട് കേൾക്കണത്. പഞ്ചായത്തിലത്തെ ഏതെങ്കിലും ഒരു ജോലിക്കാരൻ കാലത്ത് വന്നിട്ട് റേഡിയോ ഓൺ ചെയ്ത് പോയാൽ രാത്രി റേഡിയോ സ്റ്റേഷൻ അടയ്ക്കുന്നത് വരെ അതങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കും ദേശമംഗലത്ത് മുഴുവൻ. അങ്ങനെ ഇത് എവിടുന്നാണ് ഇത് വരണതെന്നൊന്നും അന്നെനിക്കറിയില്ല. പിന്നീടാണ് ഇത് റേഡിയോ എന്ന സംവിധാനത്തിൽ കൂടെയാണ് വലിയ കോളാമ്പി വെച്ചിട്ട് പ്രക്ഷേപണം ചെയ്യണത് എന്നൊക്കെ മനസ്സിലാവണത്. പിന്നീട് ഞാൻ 10 വയസ്സിൽ കലാമണ്ഡലത്തിൽ ചേരുമ്പോഴാണ് ഇലക്ട്രിസിറ്റി കൂടുതൽ പരിചയപ്പെടുന്നത്. വീട്ടിലാണെന്നല്ല, ദേശമംഗലത്തിൽ തന്നെ പല വീടുകളിലും ആ കാലത്ത് ഇലക്ട്രിസിറ്റി ഒന്നുമില്ല. എൻ്റെ സംഗീതമായിട്ടുള്ള ബന്ധം ശരിക്കും കലാമണ്ഡലത്തിൽ നിന്നാണ് തുടങ്ങണത്. കാരണം ഈ നാടൻ പാട്ടുകളിൽ നിന്ന് ഒരു കാലത്ത് അതാണ് സംഗീതം എന്ന് വിശ്വസിച്ചിരുന്ന എനിക്ക് കർണാടക സംഗീതം പരിചയപ്പെടുന്നത് കലാമണ്ഡലത്തിലാണ്. അന്നെല്ലാം ഞങ്ങൾ കുടുംബസമേതം ഒരു 10-15 പേരൊക്കെ ഉണ്ടാവും. വലിയ തറവാടുകളിൽ എല്ലാവരും കൂടിയിട്ട് വർഷത്തിലൊരിക്കൽ ദേശമംഗലത്ത് നിന്ന് 4-5 കിലോമീറ്റർ അപ്പുറത്തുള്ള ചെറുതുരുത്തിയിൽ പോയിട്ട് സിനിമ കാണും. ആ കാലത്ത് കൂടപ്പിറപ്പ് എന്നൊരു പടം കാണുണ്ടായി. പ്രേം നസീർ, അനുജൻ പ്രേം നവാസ് രണ്ടുപേരും ചേർന്ന് അഭിനയിച്ച അതിൻ്റെ തീമൊന്നും എനിക്ക് ഓർമ്മയില്ല. അതിലൊരുപാട് ഹാസ്യാത്മകമായിട്ടുള്ള പാട്ടുകൾ ഉണ്ട്. അതിലത്തെ ഒരു പാട്ട് എൻ്റെ മനസ്സിനെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്ന തരത്തിൽ കീഴടക്കി. അതെന്തുകൊണ്ടെന്ന് എനിക്ക് അനവധി കാലത്തേക്ക് മനസ്സിലായിട്ടില്ല. സ്കൂളിൽ പഠിക്കണ കാലത്താണത്. കലാമണ്ഡലത്തിൽ സ്ഥിരമായിട്ട് വൈകുന്നേരം ഭജന പതിവാണ്. അന്ന് ഞങ്ങൾ കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികളെല്ലാം ഒന്നിച്ച് ചേർന്നിരുന്ന് അവനവന് പറ്റണ പാട്ടുകൾ പാടും. അന്ന് എൻ്റെ അടുത്ത കൂട്ടുകാരനാണ് കലാമണ്ഡലം ഹൈദരാലി.
ജനിച്ചു വീഴുന്നത് തന്നെ സംഗീതത്തിൽ എന്നുള്ള മട്ടായിരുന്നു. നാടകത്തിനെല്ലാം പാട്ടുപാടി നടന്നിരുന്ന ഹൈദരാലിയെ ചിലർ പിടിച്ച് കലാമണ്ഡലത്തിൽ കൊണ്ടുപോയി ചേർക്കുകയാണ് ചെയ്തത്. എന്നേക്കാൾ 2-3 വർഷത്തെ സീനിയറാണ്. എങ്കിലും പാട്ടുകളിൽ കൂടെയുള്ള ബന്ധമായിരുന്നു ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നത്. ഒരു ദിവസം ഹൈദരാലി പാടിയൊരു പാട്ട്, ഈ രീതിയിലുള്ളൊരു പാട്ട് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നാൻ തുടങ്ങി. അത് കൂടപ്പിറപ്പ് എന്നുള്ള പടത്തിലത്തെ ശംഭോ ശരണം എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ് എന്നൊക്കെ പിന്നീട് മനസ്സിലായി. കലാമണ്ഡലത്തിൽ ചേർന്നതിന് ശേഷമാണ് പാട്ടുകൾക്ക് രാഗം എന്ന് പറഞ്ഞ ഒന്നുണ്ട് എന്നെല്ലാം അറിയണത്. അപ്പം അന്ന് ഭജനയ്ക്ക് പാടിയൊരു പാട്ട് കൂടപ്പിറപ്പിലത്തെ ഈ പാട്ടിനോട് എങ്ങനെയോ സാമ്യം തോന്നിയതുകൊണ്ട് ഞാൻ ഹൈദരാലിയോട് ചോദിച്ചു, എന്താണ് ഈ പാട്ടിൻ്റെ രാഗം? അപ്പം അന്നാണ് ഹിന്ദോളം എന്ന രാഗത്തിനെ പറ്റിയിട്ട് അറിയണത്. അന്നു മുതൽ ഇന്നു വരെ ഹിന്ദോളം എന്നുള്ള രാഗം എൻ്റെ മനസ്സിനെ എന്നും ആകർഷിക്കണതാണ്. രാജഹംസമേ എന്നുള്ള പാട്ട് ഞാൻ അനവധി നാള് എൻ്റെ റിംഗ് ടോണായിട്ട് കൊണ്ടു നടന്നിരുന്ന പാട്ടാണ്. ആ ഒരൊറ്റ പാട്ട് കൊണ്ട് മാത്രം ആ സിനിമ എനിക്ക് എന്നും ഓർമ്മിക്കാൻ സാധിക്കുന്നുണ്ട്. രാജഹംസമേ എന്നുള്ള ചിത്രയുടെ ഹിന്ദോള രാഗത്തിലുള്ള പാട്ട് കേൾക്കാം. രാജഹംസമേ മഴവിൽ
ഞാൻ അത്യാവശ്യം കർണാടക സംഗീതം കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷെ പാടാനുള്ള കഴിവൊന്നുമില്ല. കാരണം ഞാൻ ഓട്ടംതുള്ളൽ വിദ്യാർത്ഥിയായതുകൊണ്ട് ഓട്ടംതുള്ളലിന് വേണ്ട സംഗീതമാണ് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കർണാടക സംഗീതത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാനൊന്നും സാധിച്ചിട്ടില്ല. പക്ഷെ അതോട് കൂടിയിട്ട് കർണാട്ടിക് സംഗീതത്തിന്റെ രാഗങ്ങൾ എന്തെല്ലാമാണ്, ഏതെല്ലാം ഭാവങ്ങൾക്കാണ് രാഗങ്ങൾ ഉപയോഗിക്കുക, അങ്ങനെ വളരെ ക്ലാസിക്കായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് കലാമണ്ഡലത്തിൽ. കഥകളി, ഡാൻസ്, ഓട്ടംതുള്ളല് മുതലായ കലകളെല്ലാം ഉള്ളതുകൊണ്ട് ആ അന്തരീക്ഷത്തിൽ ആണ് വളരുന്നത്. ഈ രാഗങ്ങൾക്കെല്ലാം ഭാവങ്ങൾ പുറത്തേക്ക് എത്തിക്കാനുള്ള കഴിവ് തികച്ചും ഉപയോഗിക്കുന്നതാണ് കഥകളി സംഗീതം. ശൃംഗാരം, ഹാസ്യം, കരുണം, രൗദ്രം, വീരം, ഭയാനകം എന്നുള്ള വ്യത്യസ്ത സ്തോപങ്ങൾ പ്രകടിപ്പിക്കാൻ ഈ രാഗങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് ഞാൻ ഓട്ടംതുള്ളലിൽ നിന്ന് കഥകളിയിലേക്ക് മാറി. അത് കലാമണ്ഡലത്തിൽ നിന്ന് പോന്ന് കോട്ടയ്ക്കൽ PSV നാട്യസംഘത്തിലായിരുന്നു കഥകളി പഠനം. അത് കഴിഞ്ഞ് അവിടെ തന്നെ സ്റ്റാഫായി. അപ്പം ഈ കാലങ്ങളിലെല്ലാം പല ഘട്ടങ്ങളിലായിട്ട് എന്നെ ആകർഷിച്ച പാട്ടുകൾ, അത് ചിലതെല്ലാം എന്തുകൊണ്ട് എൻ്റെ മനസ്സിനെ ആകർഷിക്കണോ എന്നുള്ളത് ഇപ്പോഴും എനിക്ക് കൃത്യമായി പറയാൻ സാധിക്കില്ല. ഒരുപക്ഷെ എല്ലാവർക്കും അത് തന്നെ ആയിരിക്കാം. ഒരു പാട്ട് എന്തുകൊണ്ട് ഇഷ്ടപ്പെടണോ എന്നുള്ളത് അവനവൻ തന്നെ അറിയുണ്ടാവില്ല. എനിക്ക് ഒരു പാട്ട് ഇഷ്ടപ്പെട്ടാൽ ഉടനെ ഞാൻ സംഗീതത്തിനെ പറ്റിയിട്ട് ആധികാരികമായിട്ട് പറയാൻ കഴിവുള്ള എൻ്റെ ചില സുഹൃത്തുക്കളോട് ചോദിക്കാറുണ്ട്. ആ പാട്ട് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടല്ലോ, എന്താണത് രാഗം എന്ന് എനിക്ക് പറഞ്ഞു തരാൻ എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട്. ഇഷ്ടപ്പെട്ടതാണ് എന്ന് തോന്നിയിട്ട് അത് ചോദിച്ചാൽ ഉടനെ പറയും അത് തൻ്റെ ഹിന്ദോളാണല്ലോ അത്. അപ്പം എൻ്റെ ഈ ഹിന്ദോളത്തിൻ്റെ കമ്പം എല്ലാവർക്കും അറിയണതാണ്, എൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം. ഹിന്ദോളത്തിന് പലപ്പോഴും വിഷാദം, ഭക്തി എന്നുള്ള ഭാവങ്ങളാണ് പ്രകടിപ്പിക്കാൻ സാധിക്കുക എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ അതിന് വിരുദ്ധമായിട്ട് ശൃംഗാരം അതിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും എന്നുള്ളത് ഹിന്ദോളത്തിലുള്ളൊരു പാട്ട് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. വേണുഗോപാൽ പാടിയ ചന്ദനമണിവാതിൽ പാതിചാരി എന്നൊരു പാട്ടുണ്ട്. അത് ശരിക്ക് ശൃംഗാരത്തിൻ്റെ ഒരു പാട്ടാണ്. അപ്പം ഹിന്ദോളം അതിനും വഴങ്ങും എന്നെനിക്ക് മനസ്സിലായത് ആ പാട്ട് കേട്ടതോടു കൂടിയിട്ടാണ്. അത് നമുക്ക് കേൾക്കാം.
ഇഷ്ടപ്പെടുന്നത്, പ്രത്യേകിച്ച് ചലച്ചിത്ര ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? വരികളെ പോലെ തന്നെ അതിന് യോജിച്ച സംഗീതം കൂടി പകരുമ്പോഴാണ് നല്ല പാട്ടാവണത്. നമ്മൾക്ക് ഒരുപാട് നല്ല സംഗീത സംവിധായകർ ഉണ്ടായിട്ടുണ്ട്. ദക്ഷിണാമൂർത്തി സ്വാമി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സംഗീത സംവിധായകനാണ്. കാരണം അദ്ദേഹം കർണാടക സംഗീതം എങ്ങനെ സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടാവുന്ന രീതിയിൽ വ്യത്യസ്ത ഭാവങ്ങളോടെ അവതരിപ്പിക്കാം എന്ന് നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുള്ള ആളാണ്. ശാസ്ത്രീയ സംഗീതത്തിൽ രാഗങ്ങൾക്കെല്ലാം ഭാവങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ശൃംഗാരത്തിന് ഏതെല്ലാം രാഗങ്ങളാണ്, ഹാസ്യത്തിന് ഏതെല്ലാം രാഗങ്ങളാണ് എന്നെല്ലാം വ്യക്തമായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൽ വേഗട എന്നൊരു രാഗം സാധാരണഗതിയിൽ കഥകളിയിലെ വീരരസത്തിന് ഉപയോഗിക്കുന്നതാണ്. എന്നാൽ സ്വാമിയുടെ ബിരുദോണ്ട് വേഗടയെ ശൃംഗാരത്തിന് യോജിക്കുന്ന രീതിയിലാക്കിയതിൻ്റെ ഒരു ഉദാഹരണമാണ് സ്ത്രീ എന്ന പടത്തില് ഇന്നലെ നീയൊരു സുന്ദര രാഗം കുറിച്ച് പറഞ്ഞ് പലപ്പോഴും കുട്ടിക്കാലത്തെ പിണക്കങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുള്ളതാണ്. ഞാൻ പിണങ്ങിക്കഴിഞ്ഞാൽ എന്ത് വേണമെന്ന് ഹൈദരാലിക്ക് കൃത്യമായിട്ടറിയാം. അപ്പോൾ ദൂരെ ചെന്ന് നിന്ന് പാടിയിരുന്നൊരു പാട്ടാണ് അത്. മോഹന രാഗം ആണെന്നൊക്കെ പിന്നീടാണ് എനിക്ക് അറിയണത്. പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പാട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലാണ് അതിൻ്റെ രാഗം എന്താണെന്ന് സാധാരണ ഞാൻ അന്വേഷിക്കാറ്. ജ്ഞാനസുന്ദരി എന്ന പടത്തില്
പനിനീർ മലരിനൊരിതൾ കൊഴിഞ്ഞാലും കാന്തി കുറഞ്ഞിടുമോ എന്ന് തുടങ്ങുന്ന ഞാൻ കുട്ടിക്കാലത്തെ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ റേഡിയോ കാണാൻ സാധിച്ചിരുന്നത് വളരെ വൈകിട്ടാണ് എന്ന് പറയുണ്ടായി. അതിൽ റേഡിയോ സ്റ്റേഷൻ തുറന്നാൽ ന്യൂസൊന്നും എന്നെ അന്ന് കാര്യമായിട്ട് ആകർഷിച്ചിരുന്നില്ല. പാട്ടുകൾ കേൾക്കാനായിട്ട് മാത്രമാണ് റേഡിയോ കേട്ടിരുന്നത്. അന്നെല്ലാം സാധാരണ പത്രത്തിൽ ആകാശവാണിയുടെ പരിപാടികൾ കൊടുക്കാറുണ്ട്. പിന്നീട് ടി വി വന്നതോടുകൂടിയിട്ട് ടി വിയുടെ പരിപാടികളായി മാറിയത്. പക്ഷെ അന്നെല്ലാം ഇത്ര മണിക്ക് എന്ന പരിപാടി എന്ന് വ്യക്തമായിട്ട് അറിയാൻ പത്രത്തിൽ കൊടുത്തിരുന്നു. അപ്പോൾ ഇത് ഓർമ്മിച്ച് വെച്ച് എപ്പോഴെല്ലാണ് പാട്ട് കേൾക്കാൻ സാധിക്കുക എന്ന് ശ്രദ്ധിച്ചിരുന്ന ഒരു കാലം. അന്നൊന്നും എനിക്കെന്നല്ല, ദേശമംഗലത്ത് തന്നെ റേഡിയോ ഉള്ള വീടുകൾ വളരെ ചുരുക്കമായിരുന്നു. വലുതായ ഒരു പെട്ടി ചില സമ്പന്ന കുടുംബങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഏരിയയിലെല്ലാം വലിച്ചു കെട്ടി വലിയൊരു പെട്ടി. അത് എത്ര ബാൻഡ് ഉണ്ട് എന്നുള്ളതിനനുസരിച്ച് പെട്ടിയുടെ വലിപ്പവും കൂടും. ട്രാൻസിസ്റ്ററെല്ലാം ഒരുപാട് കാലത്തിന് ശേഷമാണ് വരുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ ആദ്യത്തെ വിദേശയാത്രയ്ക്ക് ആണ് ഒരു ട്രാൻസിസ്റ്റർ സ്വന്താക്കണത്. അന്നതൊരു നിധി പോലെ കൊണ്ടു നടന്നിരുന്നു. അന്ന് റേഡിയോ നമ്മൾ സ്വന്തമായിട്ട് സൂക്ഷിക്കണമെങ്കിൽ ലൈസൻസ് വേണം. ആ ലൈസൻസ് വർഷത്തിലൊരിക്കൽ പോസ്റ്റ് ഓഫീസിൽ അടച്ചിട്ടാണ് പുതുക്കുക.
റേഡിയോ കൊണ്ടുള്ള പല ദുരുപയോഗങ്ങളും ആ കാലത്ത് നടന്നിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അതിന് ലൈസൻസ് ഏർപ്പെടുത്തിയത് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചു. എന്തായാലും സിലോൺ സ്റ്റേഷനിൽ നിന്ന് ഇന്ത്യൻ ഭാഷകളിൽ ഒരുവിധം എല്ലാ ഭാഷകളിലും കൃത്യമായിട്ട് 1/4 മണിക്കൂർ വീതം ചലച്ചിത്ര ഗാനങ്ങൾ വെച്ചിരുന്ന ഓർമ്മയുണ്ട്. സിനിമയിലെ പാട്ടുകൾക്കെല്ലാം നേരത്തെ പറഞ്ഞ പോലെ കർണാട്ടിക് രാഗങ്ങളോട് ബന്ധമുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ മനസ്സിലുള്ള നവരസങ്ങളെ അല്ലെങ്കിൽ ഇമോഷൻസ്, ഈ രസങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന പാട്ടുകൾ ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്തുകൊണ്ട് നമ്മളത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് പിന്നീടാണ് മനസ്സിലാവുക. നമ്മൾ ഈ കാൽപ്പനിക പ്രേമങ്ങൾ ഉള്ള കാലമാണ് ചെറുപ്പകാലം. അന്ന് അതിനനുസരിച്ച പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് വളരെ വികാരാർദ്രമാവാറുണ്ട്. ഒരു പാട്ട് എന്നെ ഒരുപാട് ആകർഷിച്ചിരുന്നു ഒരു കാലത്ത്. പാടുന്ന പുഴയിൽ യേശുദാസ് പാടിയ ഹൃദയ സരസിലെ പ്രണയപുഷ്പമേ എന്ന വളരെ മധുരമായിട്ടുള്ളൊരു പാട്ടുണ്ട്. അതിന് സന്ദർഭമില്ലാത്തതുകൊണ്ട് നായകൻ റേഡിയോവിൽ കൂടി കിട്ട സംഗതിയാണ്. അതെനിക്ക് വ്യക്തമായിട്ട് ബോധ്യമായത് 97 എൻ്റെ ആദ്യത്തെ ബ്രസീൽ യാത്രയ്ക്ക് ഡൽഹിയിൽ നിന്ന് ഒരു റഷ്യൻ കൗൺസിലർ 2 CD എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഞാൻ ആദ്യമായിട്ട് CD കാണുകയാണ്. അന്നെല്ലാം നമ്മൾക്ക് കാസറ്റാണ് ഉണ്ടായിരുന്നത്. ദക്ഷിണേന്ത്യൻ സംഗീതം, അതായത് കർണാടക സംഗീതം, ഉത്തരേന്ത്യൻ സംഗീതം, ഹിന്ദുസ്ഥാനി സംഗീതം, അതിൻ്റെ 2 CD ആയിരുന്നു അത്.
ഇത് എൻ്റെ കസിൻ നിങ്ങളെ വന്ന് കാണും, അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ കയ്യിൽ ഇത് തന്നത്. തന്ന ഉടനെ തന്നെ പറഞ്ഞു ഇന്ത്യൻ സംഗീതമാണ് സംഗതി, അയാളത് കേട്ടിട്ടില്ല എന്ന് പറയുണ്ടായി. ഞാൻ ആ CD റിയോ ഡി ജനീറോയിലെത്തി അയാളെ ഫോൺ വിളിച്ച് കൊടുത്തു. അയാൾ എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു. വീട്ടിൽ ചെന്നിട്ട് അത് കേട്ടപ്പോ അദ്ദേഹം ഒരു പിയാനിസ്റ്റാണ്. അദ്ദേഹത്തിന്റെ ബ്രസീലിയൻ ഭാര്യ വയലിനിസ്റ്റാണ്. അവർ ചേർന്നിട്ട് വെസ്റ്റേൺ സംഗീതങ്ങൾ അവതരിപ്പിക്കാറുള്ളതാണ്. അദ്ദേഹം അത് കേട്ടിട്ട് എന്താണ് അദ്ദേഹത്തിന് പറയേണ്ടതെന്ന് വെച്ചില്ല, ഇത് എനിക്കൊരു വളരെ പുതുമയുള്ള ഒരു സംഗീതമാണ്, ഞാൻ ഇതേവരെ ഇന്ത്യൻ സംഗീതം കേട്ടിട്ടില്ല എന്ന് പറയുണ്ടായി. അപ്പോൾ അതില് ഇന്ത്യൻ സംഗീതത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കെല്ലാം അറിയണ പോലെ സ രി ഗ മ പ ധ നി 7 സ്വരങ്ങളെ കൊണ്ടാണ് ഇന്ത്യൻ സംഗീതം ഉണ്ടാക്കുന്നത്. ഹിന്ദുസ്ഥാനി സംഗീതമായാലും കർണാടക സംഗീതമായാലും ഈ സ്വരങ്ങൾ ചില പ്രത്യേക അനുപാതത്തിൽ ചേർന്ന് ആണ് വിവിധ രാഗങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷെ വെസ്റ്റേൺ സംഗീതം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഞാൻ കേട്ടിരിക്കുന്നത് അവിടുത്തെ ഓപ്പറ സംഗീതമാണ്. അതില് നമ്മുടെ രാഗങ്ങളുടെ അത്ര ഭാവങ്ങൾ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരുപക്ഷെ അവർക്കും അത് തോന്നുന്നുണ്ടായിരിക്കാം ഇന്ത്യൻ സംഗീതം കേട്ടതിന് ശേഷം. ഒരു കാലത്ത് ജാനകി ആയിരുന്നു എൻ്റെ ഇഷ്ടഗായിക. ഇന്നും അതെ, ജാനകിയുടെ സ്ഥാനം വേറൊരാൾക്ക് കൽപ്പിക്കാൻ ആ കാലത്ത് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇന്ന് ചിത്ര വളരെ മനോഹരമായിട്ട് പാടുന്നുണ്ട്. ഞാൻ കലാമണ്ഡലത്തിൽ നിന്ന് പിരിഞ്ഞ വർഷത്തിൽ 62-63 വർഷങ്ങളിൽ ഇറങ്ങിയ പടമാണെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് എല്ലാവരും പാടി നടന്നിരുന്ന ഒരു പാട്ടായിരുന്നു മൂടുപടത്തിലെ ജാനകി പാടിയ തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ലൻ വിരുന്നുകാരൻ.
എൻ്റെ വിദേശ യാത്രകൾ. എൻ്റെ യാത്രകൾ പലതും സ്വന്തമായിട്ടുള്ള യാത്രകളായിരുന്നു. ചിലതെല്ലാം ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശത്തോടു കൂടി പോവുണ്ടായിട്ടുണ്ട്. ചിലത് എൻ്റെ സ്റ്റുഡൻസ് ക്ഷണിച്ച് പോവുണ്ടായിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ വിദേശയാത്ര ഒറ്റയ്ക്ക് പോയത് ഇറ്റലിയിലേക്കായിരുന്നു. എൻ്റെ ചില ബ്രസീലിയൻ സ്റ്റുഡൻസ് ക്ഷണിച്ചതിനനുസരിച്ചാണ് ഇറ്റലിയിലേക്ക് പോയത്. ഇപ്പം ആലോചിക്കുമ്പോൾ ചിരി വരണതാണ്. എൻ്റെ വിദ്യാഭ്യാസം 5ാം ക്ലാസ്സാണ്. 5ാം ക്ലാസ് പാസ്സായിട്ടാണ് ഞാൻ കലാമണ്ഡലത്തിൽ ചേർന്നത്. ഇംഗ്ലീഷൊന്നും വേണ്ടത്ര കൈകാര്യം ചെയ്യാൻ അറിയില്ല. ബ്രസീലിൽ ചെന്നിട്ട് ഞാൻ ആരോടും ഒന്നും സംസാരിക്കാതെ ഒറ്റപ്പെട്ട ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന സമയത്ത് എൻ്റെ ബ്രസീലിയൻ സ്റ്റുഡൻസാണ് പറഞ്ഞത്, നിങ്ങൾ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. നിങ്ങൾ ഇംഗ്ലീഷിലൊരു ചൊല്ല് കേട്ടിട്ടില്ലേ, ബി എ റോമൻ വെൻ യു ആർ ഇൻ റോം. നിങ്ങളിപ്പോൾ റോമിലാണ്, റോമനെ പോലെ പെരുമാറുക എന്ന് പറയുമ്പോൾ, റോമനെ പോലെ പെരുമാറണമെങ്കിൽ അവിടുത്തെ ഭാഷ, അവിടുത്തെ സംസ്കാരം എല്ലാം അറിഞ്ഞിരിക്കണം. അതെല്ലാം വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ഞാൻ. അന്ന് ഡ്രസ്സിങ് വലിയൊരു പ്രശ്നമാണ്. അങ്ങനെ 3 മാസം റോമിൽ ജീവിക്കാൻ കഴിഞ്ഞതോട് കൂടിയിട്ടാണ് എനിക്കൊരു ആത്മവിശ്വാസം, അത്യാവശ്യത്തിന് എല്ലാം ഇംഗ്ലീഷ് സംസാരിക്കാം എന്നുള്ള തോന്നൽ വന്നത്. എൻ്റെ ബ്രസീലിയൻ ശിഷ്യന്മാർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഭാഷ പോർച്ചുഗീസാണ്, പക്ഷെ ഞങ്ങൾ കേരളത്തിൽ വന്നിട്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള മലയാള വാക്കുകൾ തപ്പിപ്പിടിച്ച് സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ ഇറ്റലിയിലും വന്നിട്ടും അത് തന്നെയാണ്. അത്യാവശ്യം വേണ്ട വാക്കുകളൊക്കെ പഠിച്ചു വെച്ച് ഉപയോഗിക്കുക. അതുപോലെ ഇംഗ്ലീഷ് ഈസ് നോ മോർ ഇംഗ്ലീഷ് പീപ്പിൾസ് ലാംഗ്വേജ് എന്ന് അവർ എന്നോട് പറഞ്ഞു. ഓരോ രാജ്യക്കാരും ഓരോ തരത്തിലാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. അത് വിചാരിച്ചാൽ മതി, നിങ്ങൾ ഗ്രാമറൊന്നും വേണ്ട. ഇഫ് യു വാണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് യു ഡോണ്ട് ബോദർ അബൌട്ട് ഗ്രാമർ എന്ന് അവരെന്നെ സമാധാനിപ്പിച്ചു. അതെൻ്റെ ആദ്യത്തെ അനുഭവമായിരുന്നു. മലയാള ഭാഷ കേൾക്കാൻ കൊതിച്ചിരുന്ന ദിവസങ്ങളായിരുന്നു അത്. അപ്പം ഈ 3 മാസം മലയാളം സംസാരിക്കാൻ സാധിക്കാതെ എനിക്ക് എന്താ വേണ്ടതെന്ന് അറിയണ്ടായിരുന്നില്ല. മലയാളം കേൾക്കാൻ കൊതിയാവുക, മലയാളത്തിലത്തെ പാട്ടുകൾ എല്ലാം എന്നെ വല്ലാതെ മിസ് ചെയ്തിരുന്നു. ആ സമയത്ത് ആകെ ആശ്രയം ഉണ്ടായിരുന്നത് ഈ ബ്രസീലിയൻസിൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറേ കാസറ്റുകളാണ്. അന്നത്തെ അവരുടെ കയ്യിലത്തെ കാസറ്റെല്ലാം ഇന്ത്യൻ ക്ലാസിക് ആയിട്ടുള്ള കാസറ്റുകളാണ്. അതിൽ നമ്മുടെ ലളിത സംഗീതങ്ങൾ അല്ലെങ്കിൽ ചലച്ചിത്ര ഗാനങ്ങൾ ഒന്നും കേൾക്കാൻ വഴിയുണ്ടായിരുന്നില്ല. പക്ഷേ ലതാ മങ്കേഷ്കറുടെ കുറച്ച് മീരാ ഭജൻസ് ഞാൻ ആദ്യമായിട്ട് അവരുടെ അടുത്തു നിന്നാണ് കേൾക്കണത്. മീരാ ഭജൻസ് എന്നെ വല്ലാതെ ആകർഷിച്ചിരുന്നത്. അതിനു മുമ്പ് ഞാൻ മീരാ ഭജൻസ് കേട്ടിരുന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അത് അവരുടെ അടുത്തു നിന്നാണ് സാധിച്ചത്. അപ്പം നമ്മൾ എത്രത്തോളം നാട്ടിൽ നിന്ന് വിട്ടുനിന്ന് നമ്മുടെ ഭാഷ സംസാരിക്കാതെ ഇരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ നമ്മുടെ നാടിനെ കൂടുതൽ ഓർമ്മിക്കുക. അന്ന് അവിടെയുള്ള ഒരു സ്ത്രീയെ പരിചയപ്പെടുണ്ടായി. അവര് വളരെ അമൂല്യമായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒരു പാട്ടായിരുന്നു വാർമുകിലെ വാനിൽ നീ വന്നു നിന്നാൽ ഓർമ്മകളിൽ. ആ സ്ത്രീ നാട്ടിൽ നിന്ന് പോയിട്ട് കുറെ നാളായിരുന്നു. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് അത് കേൾക്കാറുള്ളതാണ് എന്ന് പറഞ്ഞ് എന്നെ കേൾപ്പിച്ചു തരുണ്ടായി. ഈയിടെ വീണ്ടും ആ പാട്ട് കേട്ടപ്പോൾ അന്ന് ഇറ്റലിയിൽ നിന്ന് കേട്ടതാണല്ലോ എന്ന് ഓർമ്മ വരുണ്ടായി. അതിൽ നായകനായിട്ടുള്ള വിരഹത്തിൻ്റെ പാട്ടാണ്. പക്ഷെ അതിലത്തെ നായകനായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത് കൃഷ്ണനാണ്. ഒരുപക്ഷെ അതിലത്തെ രാഗമായിരിക്കാം എന്നെ കൂടുതൽ അതിനോട് അടുപ്പിച്ചത്. കർണാടക സംഗീതത്തിൽ മലയ മാരുതം എന്ന്
ഈ അവസരം ഒരുക്കിയ മഞ്ചേരി ആകാശവാണിയിലെ പ്രവർത്തകർക്കെല്ലാം അതുപോലെ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം.